12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏറെ വൈകാരികമായ ഒരു കൂടിക്കാഴ്ച. പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയെ യമനിലെ ജയിലിലെത്തിയാണ് അമ്മ പ്രേമകുമാരി കണ്ടത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷയുടെ മോചനത്തിനു വേണ്ടിയാണ് അമ്മ പ്രേമകുമാരി യമനിലെത്തിയത്. മകളുടെ മോചനത്തിനായി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകൾ നിമിഷപ്രിയയെ കണ്ട സന്തോഷത്തിലാണ് അമ്മ പ്രേമകുമാരി. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജെറോമും ഉണ്ടായിരുന്നു. മകളുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് പ്രേമകുമാരി യമനിലെത്തിയത്. നിമിഷ കഴിയുന്ന ജയിലിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. നിമിഷയുടെ മോചനത്തിനായി ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്താനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. യമനിൽ സ്വാധീനമുള്ള വ്യക്തികളെ മുൻനിർത്തിയായിരിക്കും ചർച്ച നടക്കുക. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന്റെ അനുമതി ലഭിച്ചാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും. മോചനാനുമതിക്ക് വേണ്ടി നൽകുന്ന ബ്ലഡ് മണിയുടെ കാര്യത്തിൽ മരിച്ച യമൻ സ്വദേശി തലാൽ അബ്ദുമഹദിയുടെ കുടുംബവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. 3 മാസത്തെ യമൻ വിസയാണ് പ്രേമകുമാരിക്ക് ലഭിച്ചിട്ടുള്ളത്. നിമിഷപ്രിയയെ കാണണമെന്ന പ്രേമകുമാരിയുടെ ആവശ്യത്തിന് നേരത്തെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഡൽഹി ഹൈക്കോടതിയാണ് യാത്രയ്ക്ക് അനുമതി നൽകിയത്. ഇതോടെയാണ് ആക്ഷൻ കൗൺസിൽ മുൻകൈയെടുത്ത് വിസ ശരിയാക്കിയത്. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി ജോലിക്ക് പോയത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് പങ്കാളിത്തത്തോടെ പുതിയ ക്ലിനിക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. യമൻ പൗരന്റെ ഉത്തരവാദിത്തോടെ അല്ലാതെ ക്ലിനിക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് മഹ്ദിയുടെ സഹായം തേടിയത്. ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും സമ്പാദ്യമെല്ലാം മഹ്ദിക്ക് കൈമാറിയിരുന്നു. ബിസിനസിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മകൾ മിഷേലുമൊത്ത് നാട്ടിലേക്ക് വന്നു. പിന്നീട് നിമിഷ യമനിലേക്ക് തിരിച്ചുപോയി. ടോമി പോകാൻ ശ്രമിച്ചപ്പോഴേക്കും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹ്ദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദം. ക്ലിനിക് തുടങ്ങിയ ശേഷം നിമിഷ സ്വന്തം ഭാര്യയാണെന്ന് മഹ്ദി പലരെയും വിശ്വസിപ്പിച്ചു. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ സ്വന്തമാക്കി. പാസ്പോർട്ട് തട്ടിയെടുത്തു, സ്വർണമെടുത്ത് വിറ്റു. അധികൃതർക്ക് പരാതി നൽകിയതിന് ക്രൂരമർദ്ദനത്തിനിരയാക്കിയെന്നും നിമിഷ ആരോപിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി.